മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 211 എപ്പിസോഡിൽ അലൂമിന ഫോസ്ഫോറിക്ക എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ അലൂമിനിയം പാർട്ട് നമ്മൾ രണ്ട് തരത്തിൽ കണ്ടു, ഫോസ്ഫറസ് പാർട്ടും കണ്ടു കഴിഞ്ഞു. ഈ കോമ്പിനേഷനിൽ വ്യത്യസ്തമായ തനിമയുള്ള ആ ആസ്പെക്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ജനറൽ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പർട്ടിക്കുലേഴ്സിൽ നമ്മൾ നേരത്തെ പരിചയിച്ച കാര്യങ്ങൾ പലതുമുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട മെൻ്റൽ സിംറ്റംസും ചില അഫിനിറ്റീസും മാത്രമാണ് നമ്മൾ ഈ ഭാഗത്ത് പരിഗണിക്കുന്നത്. ഈ ഒരു എപ്പിസോഡുകൂടി അലൂമിനിയം ഫോസ്ഫോറിക് എന്നുള്ള അധ്യായം അവസാനിക്കുകയും ചെയ്യും. നമുക്ക് അവയിലേക്ക് പ്രവേശിക്കാം. അപ്പിറ്റൈറ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബാക്കി ഹെഡ് സിംറ്റംസ്, അങ്ങനെയുള്ള മറ്റ് പർട്ടിക്കുലർ സിംറ്റംസ് പലതും ഉണ്ട്. അതൊക്കെ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയൊക്കെ ഉള്ളൂ. ജനറൽസ് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, സിമിലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അവഗണിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ അപ്പിറ്റൈറ്റ് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് ഔഷധത്തെ സംബന്ധിച്ചോളം ലൈക്സ് ഡിസ്ലൈക്സ് അപ്പിറ്റൈറ്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അപ്പിറ്റൈറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പിറ്റൈറ്റ് ഇൻക്രീസ്ഡ്, ഈവൻ റേവിനസ്, വല്ലാതെ ആർത്തി തോന്നുന്ന തരത്തിലുള്ള ആഹാരത്തോടുള്ള താല്പര്യം. വിത്തൗട്ട് റിലിഷ് ഓഫ് ഫുഡ്, ആഹാരത്തിന് ആസ്വാദ്യതയില്ല എങ്കിലും അത് കഴിക്കണം. ഹംഗ്രി ഈവൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചു കഴിഞ്ഞാലും വിശപ്പ് നിലനിൽക്കും. ഈ ഒരു അവസ്ഥ പല ഔഷധങ്ങളിലും ഉള്ളതാണ്, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പിറ്റൈറ്റ് വാണ്ടിങ്, ഇനി അതിൻ്റെ മറുവശങ്ങളുണ്ട്, അപ്പിറ്റൈറ്റിൻ്റെ കുറവും കൂടി വരാം. അപ്പിറ്റൈറ്റിൻ്റെ കുറവ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് അലൂമിനിയം ഫോസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ അപ്പിറ്റൈറ്റ് ഇല്ലാത്തൊരവസ്ഥയും അതിൻ്റെ കീഴിൽ വരും. അതുകൊണ്ടാണ് ഈ ജനറൽസിൻ്റെ പ്രാധാന്യം ഊന്നി പറയാൻ കാരണം. പർട്ടിക്കുലേഴ്സിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു വിരുദ്ധമായൊരു അവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. പല പ്രൊവൈഡേഴ്സും അത് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഔഷധം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോകും. aversion to his accustomed beer and cigar, to food and meat. അപ്പോൾ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന, താൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബിയർ, സിഗരറ്റ്, ഒരു പാശ്ചാത്യ കൺസെപ്റ്റിൽ വിശേഷിച്ചും ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ ബിയർ അവരുടെ ഒരു സാധാരണ ലൈം ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് തണുപ്പ് കാലത്ത് സിഗരറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനോട് അക്കസ്റ്റംഡ് ആണ്, പക്ഷേ അതിനോടൊരു ആവേർഷം വരുന്നു. ടു ഫുഡ് ആൻഡ് മീറ്റ്, സാധാരണ ആഹാരത്തോടും മാംസത്തോടും ഇഷ്ടക്കേട് വരുന്നു. മാംസത്തെ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ തണുപ്പ് കാലങ്ങളിൽ ജീവിക്കാൻ പ്രയാസം വരും പാശ്ചാത്യ രാജ്യങ്ങളിൽ. നമുക്ക് കുഴപ്പമില്ല, പ്രയാസമില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ ആരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ആവേർഷൻസ് വരുന്നുണ്ട്. കോൾഡ്നെസ് ഇൻ ദ സ്റ്റൊമക്ക്, കോൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റൊമക്ക്, അപ്പോൾ വയറ്റിൽ ഒരു തണുത്ത ഫീല്, വയറ് ചുരുങ്ങി ഇടുങ്ങിപ്പോയ പോലെ ഫീല്. ഡിസയേഴ്സ് കോഫി, ഫ്രൂട്ട് ആൻഡ് സോർ തിങ്സ്. അപ്പോൾ ആവേർഷൻ ബിയറിനോട്, സിഗരറ്റിനോട്, മീറ്റിനോട്, പൊതുവെ ആഹാരത്തോട്. ഫുഡെന്ന് പറയുന്നത് നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് ഉദ്ദേശിക്കുന്നത്. നമ്മളാണ് ചോറ്, ജർമ്മനിലൊക്കെ ആണെങ്കിൽ പൊട്ടറ്റോ, അങ്ങനെ. ഇനി താല്പര്യം വരുന്നത് കാപ്പിയോട്, പഴങ്ങളോട്, പുളിച്ച സാധനങ്ങളോട്. ഡിസ്റ്റൻഷൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചു കഴിഞ്ഞ് വയറ് ചീർത്ത് വരും. എംപ്റ്റിനെസ് നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്, ആ ഒരു വയറ് കാലിയായിരിക്കുന്നു എന്നുള്ള തോന്നൽ ആഹാരം കഴിക്കുന്നത് കൊണ്ട് മാറുന്നില്ല. പലപ്പോഴും ലൈക്കപ്പൊടിയത്തിലൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേർഷൻ കണ്ടതാണ്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് ഇന്നതാണ്, കീനോട്ട് വഴി ചിന്തിക്കുന്നവർക്ക് അത് ലൈക്കപ്പൊടിയാണ് മറ്റേതാണെന്നൊക്കെ തോന്നും. അപ്പോൾ അത് പലപ്പോഴും തെറ്റിപ്പോകും. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന അധ്യായം, ഔഷധം അലോയാണ്. അലോ ഞാൻ പരിഗണിക്കാൻ തന്നെ കാരണം, പണ്ടെൻ്റെ ഒരു സുഹൃത്തിന് അലോ കൊടുക്കേണ്ട ഒരു കേസിൽ ലൈക്കപ്പൊടിയും കൊണ്ടേ കൊടുത്തു. അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സമയം കുറേ പോയി, അധ്വാനം വെറുതെ പോയി. അപ്പോൾ ചില കാര്യങ്ങൾ ലൈക്കപ്പൊടിയത്തിൻ്റെ താണെന്ന് നമ്മൾ ഉറപ്പിച്ച് കൺവിൻസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വരും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി. ഇവിടെയും അതേപോലെ ആശയക്കുഴപ്പമുണ്ടാകുന്ന കാര്യമാണ്.
distension after eating, emptiness not relieved by eating, without hunger, വിശപ്പില്ല, ആഹാരം കഴിച്ചാലും വയർ കാര്യമായിരിക്കുന്നു. ഇറക്ടേഷൻസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ മിൽക്ക്, ബിറ്റർ, എംറ്റി, സോർ, വാട്ടർ ബ്രഷ്, ഇറക്ടേഷൻസ് ഗിവ് സം റിലീഫ്. അപ്പോൾ പൊളിച്ചു കെട്ടലുണ്ട്, സായനത്തിലാണ് പാല് കുടിച്ചു കഴിഞ്ഞ് അത് കയ്പുള്ളതാണ്, എംറ്റി ഫീൽ ഉണ്ടാവും, പുളിപ്പുള്ളതാണ്, ചവർപ്പുള്ളതാണ്, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഈ ഇറക്ടേഷൻ കൊണ്ട് പേഷ്യൻ്റെ വയറിലെ പ്രയാസങ്ങൾക്ക് ഇത്തിരി സമാശ്വാസമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു മൊഡാലിറ്റിയാണ്. ഹി സഫേഴ്സ് മച്ച് ഫ്രം ഹാർട്ട് ബേൺ, നെഞ്ചുരുക്കൽ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഫുൾനെസ് ആൻഡ് ഹെവിനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച് നിറഞ്ഞിരിക്കുന്ന പോലെ ഭാരമുള്ളതുപോലെ വ്യത്യസ്തമായ അവസ്ഥകൾ ഇവിടെ വരുന്നുണ്ട്. ഹിക്കഫ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചു കഴിഞ്ഞ് എക്കറ്റം വരില്ല. ഹി സഫേഴ്സ് മച്ച് ഫ്രം ഇൻഡൈജഷൻ, ദഹനകേടുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗിയാണ് അലൂമിനിയ ഫോസ്ഫോറിക്ക രോഗി. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ആൻഡ് ഫുൾനെസ് ഓഫ് ദ അബ്ഡമൻ, അടിവയറിൽ തണുപ്പ് നിറഞ്ഞിരിക്കുന്ന പോലെ, വയറ്റിൽ അടിവയറ്റിലെ തണുപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഫ്ലാറ്റ് ആൻഡ് ഡിസ്റ്റൻഷൻ, വായു കെട്ടി വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. ദ അബ്ഡമൻ ഫീൽസ് ഹെവി ആൻഡ് കോൺസ്ട്രിക്റ്റഡ്, അടിവയറിൽ ഭാരം ഞെരുങ്ങി ചുരുങ്ങിയ പോലുള്ള തോന്നൽ. പെയിൻ അബ്ഡമൻ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർ ഈറ്റിംഗ്, ബിഫോർ മെൻസസ്, വെൻ വാക്കിംഗ്, ബെറ്റർ ഫ്രം വാംത്ത്. അപ്പോൾ അടിവയറ്റിൽ രാവിലെ ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒക്കെ വേദന, ആർത്തവത്തിന് മുൻപുള്ള വേദന, നടക്കുമ്പോൾ വേദന, ബെറ്റർ ഫ്രം വാംത്ത്, ചൂട് കൊണ്ട് അതിനൊരു ശമനമുണ്ട്. തണുത്ത ഫീലാണ് പൊതുവേ വയറിൽ അടിവയറ്റിലുള്ളത്, ചൂട് കൊണ്ട് വേദനയ്ക്ക് ശമനമുണ്ട്. ക്രാമ്പിങ് ലൈക്ക് കോളിക്, സ്റ്റൊമക്കിൽ വരുന്ന കോളിക് മാതിരിയുള്ള ക്രാംപ്സ്. പെയിൻ ഇൻ ദ ലിവർ, കരളിൻ്റെ ഭാഗത്ത് വേദന. ബേണിംഗ്, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പെയിൻസ്, സ്റ്റിച്ചിങ് ഇൻ ലിവർ ആൻഡ് സൈഡ്സ് ഓഫ് അബ്ഡമൻ, കരളിൻ്റെ ഭാഗത്തും അടിവയറിൻ്റെ വശങ്ങളിലുമൊക്കെ കുത്തുന്ന പോലുള്ള വേദന. റംബ്ലിംഗ്, സെൻസേഷൻ ഓഫ് റിട്രാക്ഷൻ ഓഫ് അബ്ഡമൻ, റംബ്ലിംഗ്, സെൻസേഷൻ ഓഫ് റിട്രാക്ഷൻ ഓഫ് അബ്ഡമൻ, വയറ്റിൽ ഇരക്കൽ, വയറ്റിന് തികട്ടി വരുന്ന പോലെ, അടിവയറ്റിന് തികട്ടി വരുന്ന പോലെയൊക്കെയുള്ള ഫീല്. ജേർക്കിംഗ് ഇൻ അബ്ഡോമിനൽ മസിൽസ്, അടിവയറ്റിലെ പേശികളിൽ ജേർക്കിംഗ്, സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഇൻ അബ്ഡോമൻ, അടിവയറ്റിൽ ക്ഷീണം. വയറും അടിവയറുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് നടക്കുമ്പോഴുണ്ട്, ചൂട് കൊണ്ട് സമാശ്വാസമുണ്ട്. കോൺസ്റ്റിപ്പേഷൻ വിത്ത് വെരി ഡിഫിക്കൽട്ട് സ്റ്റൂൾസ്, നോ ഡിസയർ ഫോർ സ്റ്റൂൾ ആൻഡ് ഫ്രൂട്ട്ലെസ് സ്ട്രെയിനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഏനസ് ഡ്യൂറിങ് സ്റ്റൂൾ. നമ്മൾ അലൂമിനിയത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. മലബന്ധം, പ്രയാസപ്പെട്ട് മലം പോകുന്നൊരവസ്ഥ, മലശോധന വേണമെന്നുള്ള താല്പര്യം പോലുമില്ല. അതും അതേപടി അലൂമിനിയ ഫോസിലുണ്ട്. ട്രെയിൻ ചെയ്യാൻ വളരെ പരിശ്രമിച്ചാലും അതുകൊണ്ട് ഫലമില്ല. മലം പോകുന്ന സമയത്ത് മലദ്വാരത്തിൽ ആകെ ചുരുങ്ങി വഴിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. ഇനി മറ്റൊരവസ്ഥ, ഡയറിയ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് മെൻസസ്, വയറിളക്കവും. രാവിലെ, ഉച്ച കഴിഞ്ഞ്, പ്രാതൽ കഴിഞ്ഞ്, മറ്റു ആഹാരം കഴിഞ്ഞിട്ട് ആർത്തവത്തിൻ്റെ സമയത്ത്. ആക്സസ് ഓഫ് ദ എയ്നസ്, എയ്നസിൽ പഴുപ്പുണ്ട്. ഫിസ്റ്റുല ആനി, എയ്നസിൻ്റെ അവിടെ ഫിസ്റ്റുലയുണ്ട്. ഫ്ലാറ്റസ് വെരി ഒഫൻസീവ്, കീഴ്വായു വളരെ ദുർഗന്ധമുള്ളതാണ്. ഫോർമിക്കേഷൻ ഓഫ് എയ്നസ്, ഹെമറോയിഡ്സ് ദാറ്റ് ബ്ലീഡ് ആൻഡ് പ്രൊട്രൂഡ് വേഴ്സ് വാക്കിംഗ്. അപ്പോൾ എയ്നസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെ പഴുപ്പുണ്ട്, ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ട്, ഹെമറോയിഡ്സ് ഉണ്ട്. ഹെമറോയിഡ്സ് ബ്ലീഡ് ചെയ്യും, പുറത്തേക്ക് തള്ളി വരും, നടക്കുമ്പോൾ സ്ഥിതി മോശമാകും. ഇച്ചിങ് ആൻഡ് മോയ്സ്ചർ ഓഫ് എയ്നസ്, അവിടെ ചൊറിച്ചിൽ, മോയ്സ്ചറൊക്കെ ഉണ്ട്. പെയിൻ എയ്നസ് ആൻഡ് റക്റ്റം, എയ്നസിലും രക്തത്തിലും വേദന. ബേണിങ് ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന സമയത്ത് പൊള്ളുന്ന ഫീല്. കട്ടിങ് ഡ്യൂറിങ് സ്റ്റൂൾ, പ്രസ്സിങ് പെയിൻ, സോർനെസ് ഡ്യൂറിങ് സ്റ്റൂൾ, സ്റ്റിച്ചിങ് ആൻഡ് ടെനസ്മസ്, പാരലിസ് ഓഫ് റക്റ്റം. രക്തമായിട്ട് ബന്ധപ്പെട്ട്, മലശോധനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അലൂമിനിയയിലെ കണ്ട പോലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളുണ്ട്. മലം പോകണമെന്നുള്ള ഇൻഫെക്ഷനായിട്ടുള്ള ഫീലുണ്ട്. പാരലിറ്റിക് കണ്ടീഷനുണ്ട്. സ്ട്രിക്ചർ, സ്റ്റൂൾ ബ്ലാക്ക്, ബ്ലഡി, ഡ്രൈ, ഗ്രീൻ, ഹാർഡ്, നോട്ടി, ലാർജ്, ലോങ് ആൻഡ് നാരോ, സോഫ്റ്റ്, തിൻ. അപ്പോൾ
മലമായിട്ട് ബന്ധപ്പെട്ടും അസ്വാഭാവികങ്ങളുടെ എല്ലാ അവസ്ഥയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫ്രീക്വന്റ് ഇൻഎഫക്ച്വൽ അർജിങ് ടു യൂറിനേറ്റ് അറ്റ് നൈറ്റ്, ടെനസ്മസ്, റിട്ടൻഷൻ ഓഫ് ദ യൂറിൻ, പാരലിസ് ഓഫ് ബ്ലാഡർ. പാരലിറ്റിക് കണ്ടീഷൻ ബ്ലാഡറിലും യുറോത്രയിലും ഒക്കെ ഉണ്ട്. ഇടക്കിടക്ക് മൂത്രം പോകുന്ന തോന്നും, പക്ഷേ പോവില്ല. രാത്രിയാണ് കൂടുതൽ. റിട്ടൻഷൻ ഓഫ് മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ബ്ലാഡറിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി, അതിൽ തളർച്ച വന്നൊരവസ്ഥ. ബ്ലാഡറിൽ പ്രഷർ, യൂറിനേഷൻ ഡിഫിക്കൽട്ട്, മൂത്രം ഒഴിക്കാൻ പ്രയാസം, ഫീബിൾ സ്ട്രീം, ഫ്രീക്വൻ്റ് അറ്റ് നൈറ്റ്, ചെറുതായിട്ട് പോകും, ചെറിയ സ്ട്രീമായിട്ട് പോകും, പക്ഷെ രാത്രി ഇടയ്ക്കിടയ്ക്ക് വരും. അത് രണ്ടും ഇറ്റാലിക്സിലാണ് പറഞ്ഞിരിക്കുന്നത്, ഫീബിൾ സ്ട്രീമും ഫ്രീക്വൻ്റ് അറ്റ് നൈറ്റും. ഇൻവോളണ്ടറി ഓൺ കോഫിങ്, ചുമക്കാൻ നേരത്ത് അറിയാതെ മൂത്രം പോകും. മസ്റ്റ് വെയിറ്റ് ലോങ് ഫോർ യൂറിൻ ടു സ്റ്റാർട്ട്, മൂത്രം ഒഴിച്ചു തുടങ്ങാൻ കുറേ നേരം കാത്തു നിൽക്കണം. മസ്റ്റ് പ്രസ് എ ലോങ് ടൈം ബിഫോർ യൂറിൻ ഫ്ലോസ്, മൂത്രം പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു പാരലിറ്റിക് കണ്ടീഷൻ നമ്മൾ നേരത്തെ അലുമിനിൽ കണ്ട പോലെ രക്തത്തിലും ബ്ലാഡറിലും യൂറിനൽസിലും ഒക്കെ ഉണ്ട്. ആൻഡ് അൺസാറ്റിസ്ഫൈഡ് ഫീലിംഗ് ആഫ്റ്റർ യൂറിനേഷൻ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു തൃപ്തിയില്ല. എ ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ഇൻ ദ ബ്ലാഡർ, ബ്ലാഡറിൻ്റെ ഭാഗത്ത് ആകെ ഒരു തളർച്ച. പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളിൽ വേദനയും വീക്കവും. എൻലാർജ് പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ്, പുരുഷഗ്രന്ഥി, പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥി അത് വീർത്തിരിക്കുന്നു. എമിഷൻ ഓഫ് പ്രൊസ്റ്റേറ്റിക് ഫ്ലൂയിഡ്സ് വിത്ത് സ്റ്റൂൾ, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. മലശോധന സമയത്ത് പ്രൊസ്റ്റേറ്റിക് ജ്യൂസ് ഒലിച്ചു പോകുന്നു. ഗ്ലീറ്റി ഡിസ്ചാർജ് ഫ്രം ദ യുറത്രയിൽ നിന്നും വെള്ളം പോലുള്ള ഡിസ്ചാർജ്. ഇറ്റ് ഹാസ് ക്യൂർഡ് ക്രോണിക് ഗൊണേറിയ വിത്ത് യെല്ലോ ഡിസ്ചാർജ്, മഞ്ഞ ഡിസ്ചാർജുള്ള പഴകിയ ഗൊണേറിയയെ അലുമിനിയ ഫോസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽസ് എഗ്രി ചെയ്യുമ്പോൾ. ബേണിംഗ് ഡ്യൂറിങ് ദ ഫ്ലോ ഓഫ് യൂറിൻ, മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളൽ. കട്ടിംഗ് ഡ്യൂറിങ് ഫ്ലോ ഓഫ് യൂറിൻ. സ്വോളൻ യുറേത്ര നിർവീക്കം. ദ യൂറിൻ ഈസ് ആക്രിഡ്, അൽബുമിനസ്, ബേണിംഗ്, ക്ലൗഡി ഓൺ സ്റ്റാൻഡിംഗ്, ഡാർക്ക്, പെയിൽ, കോപ്പിയസ്, ക്യൂട്ടിക്കിൾ ഓൺ ദ സർഫസ്, സ്കാൻഡി. ദ യൂറിനറി സെഡിമെന്റ് ഈസ് റെഡ്, തിക്ക് ഓർ വൈറ്റ്. മൂത്രമായിട്ട് ബന്ധപ്പെട്ടും ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടാതെയുള്ള കാര്യങ്ങളും വരാം. ഇപ്പോൾ യൂറിനേഷനൊക്കെ ഡിസ്റ്റോർട്ടഡ് ആണ്. ഗൊണേറിയ, ക്രോണിക് ഗൊണേറിയ ഉണ്ട്. സെഡിമെന്റ് റെഡ് എന്ന് പറയുന്നത് തിക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി സെക്ഷൽ ഫങ്ഷൻസും കുറച്ചുണ്ട്. ഇറക്ഷൻസ് വെരി ട്രബിൾസം ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ ഇറക്ഷൻ വളരെ പ്രയാസം. അതേസമയം ഫ്രീക്വൻ്റ് ആണ്, പെയിൻഫുൾ ആണ്, വയലൻ്റ് ആണ്, ലേറ്റർ ഇമ്പോർട്ടൻസി. അപ്പോൾ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരം അബ്നോർമാലിറ്റീസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻസിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻഡ്സ്, ഇച്ചിങ് ഓഫ് ദി ജെനിറ്റൽസ്, സോർനെസ് ഓഫ് ടെസ്റ്റസ്, സ്വോളൻ ടെസ്റ്റസ്, സ്വെറ്റ് ഓൺ ദ ജെനിറ്റൽസ്. മറ്റ് പ്രയാസങ്ങളും എല്ലാം തന്നെ സ്വെല്ലിങ്ങും ഇച്ചിങ്ങും വിയർപ്പും എല്ലാ പ്രശ്നങ്ങളും അലുമിനിയ ഫോസ് കവർ ചെയ്യുന്നുണ്ട്. ദ വുമൺ ഹാസ് ആവേർഷൻ ടു കൊയിഷൻ, സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുതരം ഫ്രിജിഡിറ്റി, ശാരീരിക ബന്ധത്തോടുള്ള താല്പര്യക്കുറവ്. ഇനി അതിനോട് ചേർന്ന് വരുന്ന കൊയിഷൻ വിത്തൗട്ട് എൻജോയ്മെൻറ്റ്, സെക്ഷുവാലിറ്റിയോട് ചേർന്ന് നാച്ചുറലായിട്ട് വരുന്ന എൻജോയ്മെൻറ്റ് ഇല്ല. ലുക്കേറിയ എസ്കോറിയേറ്റിംഗ്, സ്പർശിക്കുന്ന ഇടങ്ങളിലെല്ലാം ദ്രവിപ്പിച്ച് കളയുന്ന, തൊലി കളയുന്ന തരത്തിലുള്ള ലുക്കേറിയ, അത് ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലഡി ആകാം, ബേണിംഗ് ആകാം, കോപ്പിയസ് ആണ്, തിന്നാകാം, യെല്ലോയിഷ് ആകാം. ആർത്തവത്തിന് മുൻപ്, ആർത്തവത്തിന് ശേഷമൊക്കെ വരും. ഇനി മെൻസസ് ഇറഗുലറാണ്, ക്രമമില്ലാത്ത ആർത്തവം. ടു സൂൺ ഓർ ടു ലേറ്റ്, പെയിൻഫുൾ, പെയിൽ, സ്കാൻഡി, ഷോർട്ട്, പ്രൊലാപ്സസ് യൂട്ടറി, അൾസറേഷൻ ഓഫ് ദ യൂട്ടറി. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളും അത് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഉറക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡീപ്പ് സ്ലീപ്പ്, നല്ല ഉറക്കമുണ്ട്. ഡ്രീംസ് ആങ്ഷ്യസ് ഓഫ് ഡെത്ത്സ്, ഓഫ് ഫോളിങ്, ഓഫ് റോബേഴ്സ്, ഓഫ് വെക്സേഷൻ. അപ്പോൾ നല്ല ഉറക്കം കിട്ടുമെങ്കിൽ പോലും സ്വപ്നങ്ങൾ ധാരാളമുണ്ട്. ഉത്കണ്ഠാകുലമായ സ്വപ്നങ്ങൾ, മരണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, താഴേക്ക് വീണുപോകുന്നു എന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, മോഷ്ടാക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, പ്രയാസങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ലേറ്റ് ഫോളിങ് അസ്ലീപ്പ്, ഇനി ഉറക്കം കിട്ടാൻ താമസവും ഉണ്ടാകാം. റെസ്റ്റ്ലെസ് സ്ലീപ്പ്, അസ്വസ്ഥമായ ഉറക്കമുണ്ട്. സ്ലീപ്പിനെസ് ഇൻ മോർണിംഗ്, ഫോർനൂൺ, ഈവനിങ്, ആഫ്റ്റർ ഡിന്നർ. ഇനി പ്രഭാത അസമയങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അതാണ് കൂടുതൽ പ്രധാനം. അൺയൂഷ്വൽ സിംറ്റംസ്, രാവിലെ ഉറക്കം വരില്ല, ഉച്ചയ്ക്ക് മുമ്പ് ഉറക്കം വരില്ല, സായാഹ്നത്തിൽ ഉറങ്ങാൻ സമയമാകുന്നതിന് മുമ്പ് തന്നെ, രാത്രിയാണെങ്കിൽ പോലും ഉറങ്ങാൻ സമയമാകുന്നതിന് മുമ്പ് ഉറക്കം വരില്ല.
ഡിന്നറിന് ശേഷം, അത്താഴത്തിന് ശേഷം ഉറക്കം വരില്ല. സ്ലീപ്ലെസ് ബിഫോർ മിഡ് നൈറ്റ്, അർദ്ധരാത്രിക്ക് മുമ്പുള്ള സമയത്ത് ഉറക്കമില്ലാത്ത അവസ്ഥ. ഉറക്കം തുടങ്ങിയാലും അർദ്ധരാത്രിക്ക് മുമ്പ് ഉറക്കം പോകുന്നൊരവസ്ഥ. ആഫ്റ്റർ സ്ലീപ്പ് ഹീസ് അൺറെഫ്രഷ്ഡ്, ഫ്രീക്വൻറ്റ് വേക്കിംഗ്. അപ്പോൾ ഉറക്കത്തിന് ശേഷം ഒരു റെഫ്രഷ്ഡ് ഫീലിംഗ് ഇല്ല. അതുപോലെ ഉറക്കത്തിൽ ഇടക്കിടക്ക് ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്യാം. അത് ഇറ്റാലിസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻറ്റ് വേക്കിംഗ്. ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്, ഫ്രീക്വൻറ്റ് വേക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീംസും വ്യത്യസ്തമായ സിംറ്റംസും എല്ലാം വരുന്നുണ്ടെന്ന് അർത്ഥം. ഇനി സ്കിന്നിനെ സംബന്ധിച്ചും ധാരാളം ലക്ഷണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദ സ്കിൻ റെഫ്യൂസ് ടു ഹീൽ വേർ ഇഞ്ചേർഡ്. ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് സുഖപ്പെടാൻ, പൊറ്റ ഉണ്ടായി അത് സുഖപ്പെടാനുള്ള ഒരു കാലതാമസം വരുന്നു. അത് പരിക്കുണ്ടായാൽ അത് അതേപടി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയും അലൂമിനിയ ഫോസ്ഫോറിക്കയിലുണ്ട്. ഇതോടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അലോ എന്നുള്ളൊരു അധ്യായം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.